അപ്പൊ നമ്മൾ മൊത്തം കലയുമായി ബന്ധപ്പെട്ട പാട്ടായി, കുമ്മാട്ടികളിയായി, ചിത്രരചനയായി, നമുക്ക് ഡാൻസ് ആയാലോ? ഡാൻസ് ചെയ്യില്ലേ? ഇപ്പൊ ഡാൻസ് ചെയ്യില്ല. എന്നാ വരുന്നു അമ്മമാരും കുട്ടികളും ചേർന്നൊരു നൃത്ത സംഘമുണ്ട് അങ്ങ് കൊല്ലത്ത്. ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് ഒക്കെ തുടങ്ങിയ ഒരു നൃത്ത പഠനം പിന്നെ വൈറലായി മാറി. അങ്ങനെ ഒരു വൈറൽ ടീമായി മാറിയിട്ടുണ്ട് ആ ടീം. ഓണക്കാലമായതോടെ പ്രോഗ്രാമുകളുടെ തിരക്കിലാണ് ഈ അമ്മമാരുടെയും കുട്ടികളുടെയും സംഘം. ഏകദേശം ഒരു 2 വർഷത്തിന് മുമ്പാണ് ഇങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള പേരൂർ അമ്പലത്തിൽ ഇങ്ങനെ ഉത്സവത്തിന്റെ സമയത്ത് എല്ലാവരും തിരുവാതിര കളിക്കുകയും മറ്റു കൈകൊട്ടി കളിയൊക്കെ കളിക്കുന്ന കണ്ടപ്പോൾ നമുക്കും നമ്മുടെ ഏരിയയിൽ എല്ലാവരെയും കൂടെ ഒക്കെ ഉൾപ്പെടുത്തി ഒരു ഗ്രൂപ്പ് ഇതേപോലെ തുടങ്ങിയാലോ എന്ന് എല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ച് നമ്മുടെ അമ്മമാരും മക്കളും തന്നെ നോക്കിയപ്പോൾ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആദ്യം ചെറിയൊരു ട്രൂപ്പ് തുടങ്ങി. നമുക്കിവിടെ അടുത്തുള്ളത് നമ്മുടെ യോഗീശ്വര ശ്രീ പാർവതി ദേവി ക്ഷേത്രമുണ്ട്. അപ്പം നമ്മൾ ആ അമ്പലത്തിന്റെ ഒരു ബേസിൽ നമുക്കൊരു തിരുവാതിര സംഘം നമ്മൾ ഉണ്ടാക്കി. അതിൽ ധനുമാസത്തിൽ തിരുവാതിര വന്നപ്പം നമ്മളൊരു ചെറിയൊരു തിരുവാതിര അവിടെ അവതരിപ്പിച്ച് അപ്പം നമ്മൾ ഒരു തിരുവാതിരയെന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങി അതിന്റെ പരിശീലനം എല്ലാം തുടങ്ങി. എല്ലാം മുന്നോട്ട് പോയപ്പം ഒരു പരിപാടി എന്നുള്ളത് നമുക്കൊരു 8 പരിപാടിയോളം നമുക്ക് അവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ ഏകദേശം ഒരു 20 പേരോളം ഉണ്ട് ഇപ്പം നമ്മുടെ ട്രൂപ്പിനകത്ത്. ആ ഒരു ഉത്സവത്തിന് സമയത്ത് ഞങ്ങൾ ഏകദേശം ഒരു 10-20 പ്രോഗ്രാമോളം ഞങ്ങൾക്ക് അവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു. അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിരുന്നു. എസ് കെ സാറിന്റെ വലിയൊരു ഫാനാണ് ഞങ്ങൾ എല്ലാവരും. കാരണം രാവിലെ കുട്ടികളെ സ്കൂളിൽ ഒരുക്കി വിടാനുള്ള ആ ഒരു സമയത്ത് നമ്മുടെ നാട്ടിലെ ന്യൂസ് മൊത്തം നമുക്കറിയുന്നത് സാറിലൂടെയാണ്. അപ്പൊ ഞങ്ങള് വൈകുന്നേരത്തെ വാർത്തയൊന്നും കാണാൻ സമയം കിട്ടാറില്ലായിരിക്കും. അപ്പൊ ഈ രാവിലത്തെ സാറിന്റെ വാർത്തകളിലൂടെയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഏതിനും നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ നാട്ടുകാരും വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പൂർണ്ണമായ ഒരു വിജയത്തിലോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്.